രാവിലെ തന്നെ സിജോയും സായിയും ജിൻഡോയും ഭയങ്കര ഗംഭീരമായ ഗെയിം ചർച്ചയിലാണ്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് നന്ദനയെ സേഫ് ആക്കുക എന്നുള്ളതാണ്. നന്ദനയ്ക്ക് ക്യാഷിന്റെ ആവശ്യമുണ്ട്, സ്വന്തമായിട്ടൊരു വീട് വാങ്ങണം. അത്രയും പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് നന്ദന. അപ്പോൾ അടുത്ത ആഴ്ച നന്ദന നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച നന്ദനയെ നോമിനേഷനിൽ വരുത്താതിരിക്കുക എന്നുള്ളതാണ് 3 പേരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അവിടെ ജിൻഡോയാണ് പറയുന്നത് നോമിനേഷനിൽ വരാതെ നോക്കിയാൽ പോരെ എന്നുള്ള കാര്യം ജിൻഡോയാണ് പറയുന്നത്. സായിയും സിജോയും ഇരുന്ന് നന്ദനയെ എങ്ങനെ സേഫ് ആക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടെ ജിൻഡോ ഈ കാര്യം പറയുന്നത്. എന്നിട്ട് ജിൻഡോ പറയുന്നുണ്ട്, ഇല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്നവരുണ്ട്, ഞാൻ പറയാം. ജാസ്മിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവള് ചെയ്യില്ല, അതുപോലെ അർജുന്റെ അടുത്ത് ഞാൻ പറയാം എന്നൊക്കെ ജിൻഡോ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ സിജോ പറയുന്നുണ്ട്, അത് ശരിയാണ്, അർജുന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം, ചെയ്യില്ല എന്ന് സിജോയും പറയുന്നുണ്ട്. അപ്പോൾ സായിയും പറയുന്നുണ്ട്, ഞാൻ ചിലവരുടെ അടുത്ത് ഞാനും പറഞ്ഞോളാം എന്ന്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ട് അടുത്ത നോമിനേഷനിൽ അവിടെ നന്ദനയെ വരുത്താതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പിന്നെ നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ആവണം എന്നുള്ളതാണ് ജിൻഡോയുടെ ആവശ്യം. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചകളിൽ അവിടെ നോമിനേഷനിൽ വന്നേ പറ്റൂ എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ജിൻഡോനെ ക്യാപ്റ്റൻ ആക്കണം എന്നാണ് ജിൻഡോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ജിൻഡോനെ ക്യാപ്റ്റൻ ആക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ ഒരാളെ സ്വാപ്പിംഗ് ചെയ്യാം എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് സിജോയുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ നന്ദനയെ നോമിനേറ്റ് ചെയ്യാതിരിക്കുകയും ബാക്കിയുള്ള എല്ലാവരും നോമിനേഷനിൽ വരികയും ചെയ്യുന്ന സമയത്താണ് ബിഗ് ബോസ് ക്യാപ്റ്റന് ഒരു അധികാരം കൊടുക്കുന്നത്, സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ഒരാളെ മാറ്റി മറ്റൊരാളെ നോമിനേഷനിൽ ഇടുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നന്ദനയെ നോമിനേഷനിലിട്ട് നോമിനേഷനിലുള്ള ഒരാളെ സേഫ് ആക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതായി പിന്നത്തെ ചോദ്യം. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ ആഴ്ച പൂവില്ല എന്ന് ഉറപ്പുള്ള ഒരു മത്സരാർത്ഥിനെ പിടിച്ച് നമുക്ക് സേഫ് ആക്കാം. അപ്പോൾ ആ ഉള്ള വോട്ടുകൾ നന്ദനയ്ക്ക് വരികയോ അല്ലെന്നുണ്ടെങ്കിൽ അതിലും വീക്കായിട്ടുള്ള മത്സരാർത്ഥികൾ അവിടെ ഉണ്ടെങ്കിൽ അവർ പോവുകയോ ചെയ്യുമല്ലോ എന്നുള്ളതാണ് അവിടെ ജിൻഡോയുടെ ഓപ്ഷനായിട്ട് പറയുന്നത്. എന്തായാലും കാര്യമായിട്ടുള്ള ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നന്ദനയെ എങ്ങനെ സേഫ് ആക്കാം, നന്ദനയെ പണപ്പെട്ടി വരുന്നത് വരെ, ആ പണപ്പെട്ടി വീക്ക് വരെ നന്ദനയെ അവിടെ പിടിച്ചു നിർത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ആ പണപ്പെട്ടിയും കൊണ്ട് നന്ദന പോകട്ടെ എന്നുള്ളതാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.